അധ്യായം 15 താരകയോഗിയുടെ തുടർച്ച. സംഭവീമുദ്ര ഉപയോഗിച്ച് നിങ്ങളല്ലാതെ മറ്റൊരു ബ്രഹ്മമില്ലെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതിന്റെ പ്രക്രിയ: കൺപോളകൾക്ക് 3 അവസ്ഥകളുണ്ടാകാം. അമ, പൂർണ്ണമായും അടഞ്ഞത്; പ്രതിപാദ്, ചെറുതായി അടഞ്ഞത്; പൂർണിമ, പൂർണ്ണമായും തുറന്നത്. പൂർണിമ ത്രിഷാദി ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിനെ മൂക്കിന്റെ അഗ്രത്തിൽ കേന്ദ്രീകരിച്ചു പരിശീലിച്ചാൽ മൂക്കിന് പിന്നിൽ തുടക്കം മുതൽ 12 വിരക്കാടുകളുടെ മേഖലയിൽ പ്രത്യക്ഷപ്പെടുന്ന ഇരുട്ടിനെ നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾ അതിനെ അയോധിർക്കോലമായി കാണും. ഇതാണ് സച്ചിദാനന്ദം ബ്രഹ്മം. അതിൽ മനസ്സു ലയിച്ചിരിക്കുന്നയാൾ സാംഭവി മുദ്ര നേടിയ സദ്ഗുരുവാകുന്നു. മണ്ഡല ബ്രഹ്മോപനിഷത്ത് 2. ആദമധ്യാനത്തിൽ താഴെപ്പറയുന്ന ബ്രഹ്മസമാനമായ പ്രകടനങ്ങൾ പ്രത്യക്ഷപ്പെടും. നക്ഷത്രസമൂഹം, സ്ഫടിക ഗ്ലാസ്, ചന്ദ്രന്റെ 8ാമത്തേത് വിലയേറിയ രത്നത്തിന്റെ വിളക്കാണ്. മധ്യത്തിൽ സൂര്യന്റെ പ്രതിച്ഛായ. 7ാമത്തെ മണിക്കൂറിൽ സൂര്യന്റെ പ്രതിച്ഛായ വന്നുചേരും. 59ാമത്തെ മണിക്കൂറിൽ മനസ്സ് ഉള്ളുകൾ തരഞ്ഞു തീടി 60ാമത്തെ മണിക്കൂറിൽ സംഗമിക്കും. ഞാൻ എവിടെയെന്ന് സ്ഥിരമായി ആലോചിച്ചു നടക്കുക. അപ്പോഴാണ് ആത്മാവ് നിങ്ങളുടെ രൂപമായി തീരുന്നത്. യാത്രയെ നിങ്ങൾ വെറുചെന്നിൽ പരിശീലിക്കണം. എറ്റഹമായ നാസാഗ്രം പിന്തുടർന്നാൽ നിങ്ങളുടെ നാവിന്റെ സഹായത്തോടെ മൂക്കിന്റെ അഗ്രം നോക്കുമ്പോൾ ഒരു സ്ഫടിക ചലനം പ്രത്യക്ഷപ്പെടുന്നു. അമൃത് പുറത്തേക്കൊഴുകുന്നു. ആ അമൃതിന്റെ മധ്യത്തിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നു. പാദങ്ങൾ പിടിച്ച് നിങ്ങൾ മുകളിലേക്ക് കയറുന്നു. ചന്ദ്രന്റെയും സൂര്യന്റെയും തിളക്കം നിങ്ങൾ കാണുന്നു. നിങ്ങൾ ശ്രേയസ്സുകൾ നേടുന്നു. നിങ്ങൾ 2 നാഡികളുമായി കയറി ചന്ദ്രന്റെ അമൃത് കുടിക്കണം. തിരുമൂല നായനാർ. ദർശനം ഒരു സ്ഥലത്ത് ഉറപ്പിക്കുമ്പോൾ മനസ്സ് അചഞ്ചലമായ ധ്യാനത്തിൽ മറ്റുള്ളവരിൽ ഉറപ്പിക്കണം. ഇതാണ് പരമരഹസ്യം. അബോധയോഗയും ശുദ്ധമായ അറിവും സംഭവിക്കും. ബ്രഹ്മവിദ്യോപനിഷത്ത്. വിനായകനെയും കാമദേവതയെയും സ്തുതിച്ച ശേഷം കിഴക്കോ വടക്കോ അഭിമുഖമായി മൃദുവായ ഇരിപ്പിടത്തിൽ നിവർന്നു ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ മൂക്കിന്റെ അഗ്രം നോക്കുക. പിന്നെ കണ്ണുകളാൽ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്നും ചന്ദ്രന്റെ പ്രതിച്ഛായയിൽ നിന്ന് മുഴുകുന്ന അമൃത് കുടിക്കുക. ഉപനിഷത്ത് വാക്യം. ശ്രദ്ധയോടെ നോക്കുന്നതിലൂടെ പാരസിംപാത്തറ്റിക് ഒക്കുലോമോട്ടോർ ഉത്തേജിപ്പിക്കപ്പെടുകയും പിറ്റ്യൂഷാരി എൻഡോറൈൻ അവയവങ്ങൾ അമൃതപ്രവഹം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു തരം ഹിപ്നിക് നിഷ്ഠ. 6. ഒളവായരുടെ വാക്യം. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ജ്വാലയെ നോക്കൂ. അത് ശിവനാണെന്നറിയൂ. മിന്നലും ജ്വാലയും പോലെ സിദ്ധനെ നൽകൂ. മൂലധാരയിലൂടൂ. ആ പാതയിലൂടെ നിങ്ങൾ അതിനെ ശുദ്ധമായ ഒരു സ്ഫടികമായി, ഒരു സംഗമമായി, പാൽ പോലെ കാണും. ആ സ്ത്രീ തേജസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് സിദ്ധി ലഭിച്ചുവെന്നറിയൂ. ശരീരത്തിന്റെ മുകളിൽ ജ്വാല ചലിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ശരീരം തന്നെ ഒരു പ്രകാശമായി മാറും. നിങ്ങൾ അതിനെ ഒരു ചെറിയ പ്രാണിയായി കണ്ടാൽ ആത്മാവ് ശുദ്ധമാകും. 7. ഒളവായരുടെ വാക്യത്തിന്റെ തുടർച്ച. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രകാശം നിങ്ങൾ കാണുന്നു. ആ പ്രകാശം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. അതിരുകളില്ലാത്ത ആകാശത്ത് അഗ്നി പടരുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ബോധിവൃക്ഷം ധരിച്ച പരമശിവനായി മാറുന്നു. ഈ അവസരത്തിൽ 5ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിശാലമായ സിദ്ധപ്രകാശത്തിന്റെ ആത്മനിഷ്ഠമായ പ്രകാശം നമുക്ക് നോക്കാം. നിശ്ചലമായ ഒരു നോട്ടത്തിലൂടെ നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അപാരമായ ആനന്ദം അനുഭവപ്പെടും. നിങ്ങളുടെ നെറ്റിക്കു മുകളിലുള്ള പൂർണ്ണ പ്രകാശത്തിന്റെ ദർശനം നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ശരീരം നശിക്കില്ല. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു വിളക്കിന്റെ വെളിച്ചം കണ്ടാലും അത് ഇങ്ങനെയായിരിക്കും. 8. ശ്രീ ജ്ഞാനേശ്വരരുടെ യോഗം. 1. കണ്ണുകളടച്ച് നിങ്ങളുടെ കണ്ണുകളിലെ നീലബിന്ദുവിന്റെ ദർശനം നേടുക. നിങ്ങളുടെ സിദ്ധൻ ചെറുപ്പമാകും. ഈ അനുഭവം ഉറപ്പാണ്. ആദിനരാഥൻ പാർവതിയോട് പറഞ്ഞു. 2. നിവൃത്തിനാഥൻ തന്റെ കാരുണ്യത്താൽ ജ്ഞാനേശ്വരന് സിദ്ധം നൽകി. 2. കണ്ണുകളടച്ച് നിങ്ങളുടെ കണ്ണുകളിലെ കറുത്ത നീലബിന്ദു ബ്രഹ്മ അയോധ്യയായി മാറുന്നു. കൈലാസനാഥൻ പാർവതിയോട് പറഞ്ഞു. നിവൃത്തിനാഥൻ ജ്ഞാനദേവനോട് പറഞ്ഞു. ശരീരത്തിലെ ശൂന്യത നിങ്ങൾ എങ്ങനെ കാണുന്നു? ബ്രഹ്മനദിയിൽ തീർച്ചയായും നിങ്ങൾക്ക് ബിന്ദുവിന്റെ മധ്യത്തിൽ കറുപ്പും മൃദുത്വവും കാണാം. ത്രികോണം, 4 സന്ധികൾ, വൃത്തം, 34 പാദങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് വലുതായിത്തീരുന്നു. ഇവിടെ ജ്ഞാനേശ്വർ പരാമർശിച്ച ആദ്യത്തെ 3 രൂപങ്ങളും 6ാം അധ്യായത്തിൽ കാണുന്ന ഊർധ്വ അഹാധരങ്ങളുടെ രൂപങ്ങളുടെ അതേ രീതിയിൽ കാണാൻ കഴിയും. 3. സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരങ്ങളിൽ വസിക്കുന്ന ഭ്രമം ഇവിടെ പൂർണ്ണമായ മഹാകരണിൽ എത്തിച്ചേരുന്നു. ഇതാണ് ജ്ഞാനേശ്വരന്റെയും നിവൃത്തിനാഥന്റെയും ഉപദേശം. 4. നിങ്ങളുടെ കണ്ണുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ആകാശം ചൈതന്യത്തിലെ ശൂന്യതയെ കറക്കുന്നതായി തോന്നുന്നു. ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്.
ഞാൻ ആ രഹസ്യം അനാവരണം ചെയ്തു. ഞാനത് എന്റെ സ്വന്തം കണ്ണുകളാൽ കണ്ടിട്ടുണ്ട്. ശൂന്യതയെ നിറയ്ക്കുന്ന ഈ അറിവിനായി യോഗികൾ അലയുന്നു. ശ്രീ ജ്ഞാനേശ്വരന്റെ ഈ പഠിപ്പിക്കലുകൾ ഛന്ദോഗ്യ ഉപനിഷത്തിൽ പരാമർശിച്ചിരിക്കുന്നതുപോലെ വലത് കണ്ണിലെ സുഖാകസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധനയ്ക്ക് ഇതൊരു അപൂർവ വ്യാഖ്യാനമായി മാറുന്നു. ആ ആനന്ദകരമായ വായുസഞ്ചാരമുള്ള ചൈതന്യതി ഒരു മരുന്നുപോലെ നിലനിൽക്കുന്ന ശൂന്യതകളെ ഇളക്കിവിടുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അന്നമയാസോസയിൽ തലച്ചോറിന്റെ പാതകളിൽ പ്രത്യക്ഷപ്പെടുന്ന ശൂന്യതകളെ സൃഷ്ടിക്കുന്നു, സൂക്ഷ്മമായ വായുസഞ്ചാരമുള്ള ചുഴലിക്കാറ്റുകൾ സൃഷ്ടിക്കുകയും ബ്രഹ്മചൈതന്യത്തിന്റെ അനുഭവം സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ സിത്താർ സഹസ്ര കമലത്തിലെ എ.ജെ. ഡേവിസിന്റെ വിശദീകരണം 6-ാം അധ്യായത്തിലെ 7-ാം അണ്ണികയിൽ കാണുന്നതുപോലെ ഇവിടെ പ്രയോഗിക്കാം. തുടക്കത്തിൽ 4 ശൂന്യതകളുണ്ട്. പിന്നിൽ വലിയ ശൂന്യതയുണ്ട്. അവയിൽ ദൃഷ്ടിയും തൃഷിയും കൂടിച്ചേർന്നതാണ്. അവ ശരീരത്തിൽ വെവ്വേറെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവ ഒരു സസ്തവസ്തുവിൽ ലയിക്കുന്നു. ധ്യാനം, ധ്യേയം, ധ്യേയം എന്നിവ 3 പരമാത്മാവിൽ ലയിക്കുന്നു. ഗുണങ്ങളെ മനസ്സിലാക്കാതെയും ശരീരത്തെ വിവരിക്കാതെയും അജ്ഞതയിൽ കഴുതയുടെ വയറുപോലെ തടിച്ചിരിക്കുന്നു. 4 വർണ്ണങ്ങൾ, രൂപങ്ങൾ, ശൂന്യത എന്നിവ വിവരിക്കാത്തവൻ സിദ്ധി നേടുന്നില്ല. ആദ്യം ശൂന്യതയെ തിരിച്ചറിയുക. അപ്പോൾ സത്യം വെളിപ്പെടും. ഇതുറപ്പാണ്. ആദ്യത്തെ ശൂന്യത പ്രകാശമാനമാണ്. അടുത്തത് വെളുപ്പ്. അടുത്തത് ചെമ്പ്. വലിയ ശൂന്യത നീല. ഉരുകിയൊരു തേജസ്സായി ശൂന്യത എല്ലാ ലോകങ്ങളെയും വിഴുങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ യോഗി ശൂന്യതയെ അറിയാനുള്ള കഴിവ് ഉപയോഗിച്ച് അജ്ഞതയെ മറികടക്കുന്നു. ഇക്കാരണത്താൽ ഞാൻ നിങ്ങൾക്ക് ബ്രഹ്മത്തിന്റെ ദണ്ഡ നൽകിയിരിക്കുന്നു. സഹസ്രാരത്തിന്റെ മുനയിൽ നാമത്തിന്റെ അക്ഷരങ്ങൾ അലിഞ്ഞുചേർന്നു. ഞാൻ പ്രകാശമാനമായ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞു. അനുഭവത്തിലൂടെ ഇത് മനസ്സിലാക്കുക. 8 ശൂന്യതയെ വിമർശിക്കുന്ന ഈ രീതിയുടെ പശ്ചാത്തലത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഉത്തരഗീതയിൽ പറയുന്നു: പ്രഭയുടെ ശൂന്യത, മനസ്സിന്റെ ശൂന്യത, ബുദ്ധിയുടെ ശൂന്യത, ഇവയ്ക്കെല്ലാം ഉപരിയായി മറ്റെല്ലാറ്റിന്റെയും ശൂന്യത. യോഗസമാധിയിൽ ഇവയെ മനസ്സിലാക്കുന്ന യോഗി മുക്തനാകുന്നു. അതുകൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായ ശബ്ദങ്ങളിലെ നാഡീപാതകളെ മുറിച്ചുകൊണ്ട് ഗുരുവിൽ പ്രത്യക്ഷപ്പെടുന്ന സിനാപ്സുകളായി ശൂന്യതകളെ ധ്യാനിക്കാം. ഈ സിനാപ്സുകളിൽ യോഗി ഇന്ദ്രിയ സംവേദനങ്ങളെയും സാധാരണ മാനസിക രൂപങ്ങളെയും നിരാകരിക്കുകയും അതീന്ദ്രിയ ആനന്ദത്തിന്റെ മഹത്തായ ശൂന്യതയിൽ ലയിക്കുകയും ചെയ്യുന്നു. 9 സൂക്ഷ്മദർശനത്തിലൂടെ കാണുന്നതുപോലെ എ.ജെ. ഡേവിസ് പ്രത്യാർ യോഗയിലെ ഉയർന്ന ചക്രങ്ങളുടെ ബന്ധത്തെ ഇപ്രകാരം വിവരിക്കുന്നു: സൂക്ഷ്മദർശനം നോക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരിലും പീനൽ ഗ്രന്ഥിയിലും പിറ്റ്യൂട്ടറി ശരീരത്തിലും ലോഹത്തിന്റെ സ്പന്ദനം പോലെ ഒരു സ്വർണ്ണ വെളിച്ചം സ്പന്ദിക്കുന്നു. സിദ്ധപുരുഷനിൽ ഈ സ്വർണ്ണ വെളിച്ചം പീനൽ ഗ്രന്ഥിയിൽ നിന്ന് പീനൽ ഗ്രന്ഥിയിലേക്ക് ഒരൊറ്റ സ്വർണ്ണ വില്ലുപോലെ സ്പന്ദിക്കുന്നു. ആ രൂപതലങ്ങൾ സന്തോഷിക്കുകയും സ്വർഗീയ രഥം പോലെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. മനസ്സും ബുദ്ധിയും രൂപപ്പെട്ടതുപോലെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുകളിൽ 6-ാമത്തെയും 7-ാമത്തെയും ഇന്ദ്രിയങ്ങൾ പോഷിപ്പിക്കപ്പെടുന്നതുപോലെയാണ് ഇത്. 6-ാമത്തെ അറിവ് വർണ്ണത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ധാരണയാണ്. സൂക്ഷ്മനാഥാനുസന്ധാനം അവൻ എല്ലാ കാലത്തെയും ഭൂതത്തെയും വർത്തമാനത്തെയും ഭാവിയെയും ഉൾക്കൊള്ളുന്ന അറിവിന്റെ വിശാലമായ ദർശനത്തിലെത്തുന്നു.